ഇപ്പോൾ ലഭിച്ചൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് ADGP RSS കൂടിക്കാഴ്ചയിൽ അന്വേഷണത്തിന് ഉത്തരവ്. DGPയുടെ അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നേരത്തെ PV അൻവർ MLA ഉന്നയിച്ച ആരോപണങ്ങളിൽ DGP നിയോഗിച്ച സംഘം അന്വേഷണം നടത്തി വരികയായിരുന്നു. ആ റിപ്പോർട്ട് ഉടൻ തന്നെ മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കുമെന്നാണ് അറിയുന്നത്. ഇതിനിടെയാണ് ഈ ADGP RSS ബന്ധത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിന് ഇപ്പോൾ ഉത്തരവിട്ടിട്ടുള്ളത്. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു നിയമപരമായ വശം എന്താണ് എന്നതിനെക്കുറിച്ച് അവ്യക്തതകളുണ്ട്. അതിൽ അന്വേഷണം നടത്തേണ്ടത് പോലീസാണോ അതല്ല മറ്റേതെങ്കിലും രീതിയിലുള്ള ഒരു അന്വേഷണമാണോ, വകുപ്പ് തല അന്വേഷണമാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ അവ്യക്തതയുണ്ട്. അതിൽ ഹരിമോഹൻ ചേരും എന്ന് പ്രതീക്ഷിക്കുന്നു. ഹരി, എന്ത് തരം അന്വേഷണമാണിത്? RSS മേധാവിയെ ADGP കണ്ടത് എന്തിനാണ് എന്നാണോ DGP അന്വേഷിക്കുക? തീർച്ചയായിട്ടും അങ്ങനെയാണ് അജിംസ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. ഉത്തരവിന്റെ പകർപ്പ് ലഭിച്ചാൽ മാത്രമാണ് ഇതിനകത്ത് ഇനിയൊരു വ്യക്തത ഉണ്ടാവുകയുള്ളൂ. പക്ഷേ ADGP RSS നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഒടുവിൽ അന്വേഷണം പ്രഖ്യാപിക്കാൻ സർക്കാർ തയ്യാറായിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. സംസ്ഥാന പോലീസ് മേധാവിക്കാണ് സർക്കാർ ഇത് സംബന്ധിച്ചിട്ടുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉത്തരവും പുറത്തിറക്കിയിട്ടുണ്ട്. ഇതിന്റെ ഔദ്യോഗിക ഉത്തരവ് ഇനി ലഭിക്കുമ്പോൾ മാത്രമാണ്, നമ്മുടെ കൈകളിലേക്ക് ലഭിക്കുമ്പോൾ മാത്രമാണ് എത്ര ദിവസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കണം, എന്തൊക്കെയായിരിക്കും അന്വേഷിക്കുക എന്നതടക്കമുള്ള വിവരങ്ങൾ ലഭ്യമാവുക. എന്തായാലും ഇതിൽ RSS നേതാക്കൾ രണ്ട് കൂടിക്കാഴ്ചകളും അന്വേഷിക്കാൻ തന്നെയാണ് തീരുമാനം. ആദ്യത്തെ കൂടിക്കാഴ്ച തൃശൂർ പാറമേക്കാവ് വിദ്യാമന്ദിറിൽ വെച്ച് RSS നേതാവ് ദത്താത്രേയ ഹൊസബളയുമായും നടത്തിയ കൂടിക്കാഴ്ച. രണ്ടാമത്തെ കൂടിക്കാഴ്ച 10 ദിവസത്തിനുള്ളിൽ നടത്തിയ രണ്ടാമത്തെ കൂടിക്കാഴ്ചയും അന്വേഷിക്കും. തിരുവനന്തപുരം കോവളത്തെ ഒരു ഹോട്ടലിൽ വെച്ചുകൊണ്ട് RSS നേതാവ് ഹരി, തുടരുക. അജിംസ് രണ്ടാമത്തെ കൂടിക്കാഴ്ചയും അന്വേഷിക്കുന്നു. അതായത് RSS നേതാവ് റാം മാധവുമായി നടത്തിയ കൂടിക്കാഴ്ച, ആ കൂടിക്കാഴ്ച കൂടി അന്വേഷിക്കുന്നു. രണ്ട് കൂടിക്കാഴ്ചകളും 10 ദിവസത്തെ ഇടവേളയ്ക്കിടയിൽ നടന്ന രണ്ട് കൂടിക്കാഴ്ചകളും അന്വേഷിക്കാനാണ് സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ചിട്ടുള്ള നിർദ്ദേശം സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകി. നിലവിലുള്ള വിവരം അനുസരിച്ച് സംസ്ഥാന പോലീസ് മേധാവി തന്നെയായിരിക്കും ഇതിൽ അന്വേഷണവുമായി മുന്നോട്ട് പോവുക. നിലവിൽ PV അൻവർ MLA ADGP MR അജിത് കുമാറിനെതിരെ നൽകിയിട്ടുള്ള 15 പരാതികളിൽ സംസ്ഥാന പോലീസ് മേധാവി അന്വേഷണം നടത്തുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ADGP RSS നേതാക്കളുമായി ബന്ധപ്പെട്ട കൂടിക്കാഴ്ച കൂടി അന്വേഷിക്കാനുള്ള തീരുമാനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഇതിൽ ഒരു സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് നേരത്തെ തന്നെ സർക്കാരിന് ലഭിച്ചിരുന്നു. ആ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിൽ പറയുന്നത് പ്രകാരമുള്ള കാര്യങ്ങൾ കൂടി അന്വേഷിക്കും. അതായത് ADGP ഒറ്റയ്ക്കല്ല RSS നേതാക്കളെ കണ്ടത്. RSS നേതാക്കളെ കാണാൻ പോകുന്നതിനോടൊപ്പം തന്നെ മറ്റ് ചില ആളുകളും ADGPക്കൊപ്പം ഉണ്ടായിരുന്നു. അതായത് കണ്ണൂർ സ്വദേശിയായിട്ടുള്ള വ്യവസായി അടക്കമുള്ള ആളുകൾ ADGPക്കൊപ്പം ഉണ്ടായിരുന്നു. ഇവരുടെ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ട് അടക്കമുള്ള അന്വേഷണമായിരിക്കും, വിശദമായ ഒരു അന്വേഷണമായിരിക്കും നടക്കുക എന്നതുകൂടിയാണ് അറിയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ ആരോപണങ്ങൾ ഉയർന്നെങ്കിലും സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് സർക്കാരിന് ലഭിച്ചെങ്കിൽ പോലും ഇതിലൊരു അന്വേഷണം പ്രഖ്യാപിക്കാൻ തയ്യാറായിരുന്നില്ല. അതേസമയം തന്നെ മുഖ്യമന്ത്രി ഇത് LDF യോഗത്തിൽ ഉറപ്പ് നൽകുകയും ചെയ്തിരുന്നു. ആ ഉറപ്പ് കൊടുത്ത്, അതായത് ADGP RSS കൂടിക്കാഴ്ച സംബന്ധിച്ച ഒരു അന്വേഷണം ഉണ്ടാകും എന്നുള്ള ഉറപ്പ് LDF യോഗത്തിൽ കൊടുത്ത ദിവസങ്ങൾക്ക് ശേഷമാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള ഒരു ഔദ്യോഗികമായിട്ടുള്ള നിർദ്ദേശവും ഉത്തരവും ഒക്കെ തന്നെ പുറത്തു വരുന്നത് എന്നുള്ളത് കൂടി ശ്രദ്ധേയമാണ്. അതായത് ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. LDF യോഗത്തിൽ നൽകിയൊരു ഉറപ്പാണ് ദിവസങ്ങൾ കഴിഞ്ഞ ശേഷം മാത്രം നടപ്പിലാകുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഒടുവിൽ അന്വേഷണം പ്രഖ്യാപിക്കാൻ തന്നെ സർക്കാർ തയ്യാറായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് പറയാനുള്ളത്. ഇത് എത്ര ദിവസത്തിനുള്ളിൽ ഈ അന്വേഷണം പൂർത്തിയാക്കണമെന്നതടക്കമുള്ള വിവരങ്ങൾ ഉത്തരവിൽ ഉണ്ടോ എന്നുള്ളത് ഉത്തരവിന്റെ പകർപ്പ് ലഭിച്ച ശേഷം മാത്രമേ വ്യക്തമാവുകയുള്ളൂ. പക്ഷേ ഈ ഒക്ടോബർ ആദ്യ ആഴ്ച തന്നെ മറ്റു ആരോപണങ്ങളിൽ, അതായത് ADGPക്കെതിരെ ഉയർന്നിരിക്കുന്ന മറ്റ് ആരോപണങ്ങളിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാനിരിക്കെയാണ് ഇപ്പോൾ RSS നേതാക്കളുമായിട്ടുള്ള കൂടിക്കാഴ്ച കൂടി അന്വേഷിക്കാൻ വേണ്ടിയുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. നേരത്തെ സംസ്ഥാന പോലീസ് മേധാവി ADGP MR അജിത് കുമാറിന് മൊഴി രേഖപ്പെടുത്തിയിരുന്നു. അതായത് PV അൻവർ MLA ഉയർത്തിയിട്ടുള്ള സ്വർണ്ണക്കടത്ത് അടക്കമുള്ള ആരോപണങ്ങളിലാണ് അന്ന് മൊഴിയെടുത്തിരുന്നത്. പക്ഷേ RSS നേതാക്കളുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ അന്വേഷണം വേണമെന്നുള്ള ഒരു നിർദ്ദേശം സംസ്ഥാന പോലീസ് മേധാവിക്ക് ലഭിക്കാത്തത് കൊണ്ട് തന്നെ അദ്ദേഹം അതിൽ മൊഴി അന്ന് രേഖപ്പെടുത്താത്തത് വലിയ രീതിയിൽ ചർച്ചയാവുകയും ചെയ്തിരുന്നു. അപ്പോൾ സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് ഒരു നിർദ്ദേശവും സംസ്ഥാന പോലീസ് മേധാവിക്കോ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിനോ നൽകിയിട്ടില്ല എന്നുള്ളതടക്കമുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു. ഇപ്പോൾ അതിനൊക്കെ ശേഷമാണ്, ആ വിവാദങ്ങൾക്കൊക്കെ ശേഷമാണ് ഒടുവിൽ ഒരു അന്വേഷണം പ്രഖ്യാപിക്കാൻ വേണ്ടി സർക്കാർ തയ്യാറെടുത്തിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടും ഇന്റലിജൻസ് റിപ്പോർട്ടും സർക്കാരിന്റെ പക്കലുണ്ട് എന്നുള്ള വാർത്ത വന്നതോടുകൂടിയാണ് സർക്കാർ കടുത്ത പ്രതിരോധത്തിലായി മാറിയത്. കാരണം രണ്ട് കൂടിക്കാഴ്ചകളും സംബന്ധിച്ചിട്ടുള്ള വിശദമായിട്ടുള്ള വിവരങ്ങൾ ആ സമയത്ത് തന്നെ, ഈ കൂടിക്കാഴ്ച നടന്ന സമയത്ത്, അതായത് കഴിഞ്ഞ വർഷം തന്നെ ഇതുമായി ബന്ധപ്പെട്ട സ്പെഷ്യൽ ബ്രാഞ്ചിന്റെയും ഇന്റലിജൻസിന്റെ റിപ്പോർട്ടുകൾ സർക്കാരിന്റെ പക്കൽ എത്തിയിരുന്നു എന്നുള്ള വിവരം അത് മുഖ്യമന്ത്രി കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ ചോദ്യം. പക്ഷേ സർക്കാരിന്റെ ഭാഗത്ത് സർക്കാരിന് ഈ രണ്ട് റിപ്പോർട്ടുകൾ
റിപ്പോർട്ടുകളും സ്പെഷ്യൽ ബ്രാഞ്ചും ഇന്റലിജൻസും സമർപ്പിക്കുകയും ചെയ്തിരുന്നു. അതിൽ ആദ്യം അന്വേഷണം നടത്തിയത് തൃശൂർ സിറ്റി സ്പെഷ്യൽ ബ്രാഞ്ചിലാണ്. അവർ നൽകിയിട്ടുള്ള റിപ്പോർട്ടാണ് അതിൽ ഏറ്റവും ആദ്യത്തേത്. അതിനുശേഷം ഇത് സംസ്ഥാന പോലീസ് മേധാവിയും ഇത് സംബന്ധിച്ചിട്ടുള്ള കാര്യം അറിയാമായിരുന്നു. പക്ഷേ തന്റെ വ്യക്തിപരമായ കൂടിക്കാഴ്ചയാണ് എന്നുള്ളതാണ് ADGP പിന്നീട് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിശദീകരണം മുഖ്യമന്ത്രിയുടെ ഓഫീസിനും സംസ്ഥാന പോലീസ് മേധാവിക്കും ഒക്കെ തന്നെ നൽകിയത്. പക്ഷേ അതിനകത്തൊരു വ്യക്തത ഇപ്പോഴും ഇല്ല. എന്തിനാണ് RSS നേതാക്കളെ വ്യക്തിപരമായി കണ്ടത്, വ്യക്തിപരമായി അവരുമായി കൂടിക്കാഴ്ച നടത്തേണ്ട സാഹചര്യം എന്താണ് എന്നുള്ളൊരു ചോദ്യം ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിലാണ് ഇപ്പോൾ ഒരു ആശയക്കുഴപ്പം, ആ സമയത്ത് ഒരു ആശയക്കുഴപ്പം വന്നിരുന്നു. അത് ഘടകകക്ഷികൾ വരെ അക്കാര്യത്തിൽ അതൃപ്തിയും രേഖപ്പെടുത്തിയിരുന്നു. പ്രതിപക്ഷവും അക്കാര്യത്തിൽ ഒരു വിശദമായ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് അടക്കമുള്ള ആവശ്യങ്ങൾ അവർ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ സർക്കാർ അക്കാര്യത്തിൽ ഒരു മൗനം തുടരുകയായിരുന്നു. ഈ അടുത്ത കാലത്ത് വാർത്താ സമ്മേളനം നടത്തിയപ്പോഴും മുഖ്യമന്ത്രി അന്വേഷണത്തെക്കുറിച്ച് ഒന്നും തന്നെ പറഞ്ഞിരുന്നില്ല. പക്ഷേ LDF യോഗത്തിൽ അദ്ദേഹം അന്വേഷണത്തിന്റെ കാര്യം ഉറപ്പു നൽകുകയും ചെയ്തിരുന്നു. പക്ഷേ അന്വേഷണത്തിന് ഒരു ഉത്തരവോ നിർദ്ദേശമോ ഒന്നും തന്നെ ലഭിക്കാത്തത് കൊണ്ട് തന്നെ അതിൽ ഒരു പടി പോലും മുന്നോട്ടേക്ക് പോകാൻ സംസ്ഥാന പോലീസ് മേധാവിക്കോ കേരള പോലീസിനോ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് അതിനകത്ത് എടുത്തു പറയേണ്ട കാര്യം. അതുകൊണ്ട് അജിത് കുമാറിന്റെ മൊഴി രേഖപ്പെടുത്തുന്ന അടക്കമുള്ള കാര്യങ്ങൾ നീണ്ടുപോവുകയായിരുന്നു. ഇത് ഇനിയിപ്പോൾ ഒടുവിൽ ഈ അന്വേഷണത്തിന് ഒരു പ്രഖ്യാപനം വന്ന സ്ഥിതിക്ക്, അതായത് ഒരു ഉത്തരവോടുകൂടി തന്നെ അന്വേഷണം പ്രഖ്യാപിച്ച സ്ഥിതിക്ക് ഇനിയിപ്പോൾ അജിത് കുമാറിന്റെ മൊഴി രേഖപ്പെടുത്തും. ഒപ്പം അജിത് കുമാറിനൊപ്പം രാംമാധവനെ കാണാൻ പോയ ആളുകളുടെ മൊഴിയെടുക്കും, ദത്താത്രേയ ഹൊസബലയെ കാണാൻ പോയ ആളുകളുടെ മൊഴിയെടുക്കും. ഈ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിൽ ആ കൂടിക്കാഴ്ചയെക്കുറിച്ച് അറിയാമെന്ന് പരാമർശിക്കപ്പെടുന്ന എല്ലാ ആളുകളുടെയും മൊഴിയെടുക്കാൻ തന്നെയാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. RSS നേതാക്കളുടെ മൊഴി, അതായത് ഇപ്പോൾ RSS നേതാക്കളുടെ മൊഴി കൂടി രേഖപ്പെടുത്തും. അതായത് RSS നേതാവായിട്ടുള്ള തിരുവനന്തപുരം സ്വദേശി ജയകുമാർ ആ സമയത്ത് ഉണ്ടായിരുന്നു എന്നുള്ളൊരു വിവരം ലഭിക്കുന്നുണ്ട്. അതായത് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിലും ഇന്റലിജൻസ് റിപ്പോർട്ടിലും ഒക്കെ തന്നെ അത്തരം ഒരു വിവരം ലഭിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് RSS നേതാവ് തിരുവനന്തപുരം സ്വദേശിയായിട്ടുള്ള ജയകുമാറിന് അന്വേഷണ സംഘം നോട്ടീസ് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സൂചന. അന്ന് ADGPയോടൊപ്പം ദത്താത്രേയ ഹൊസബലയെ കാണാൻ വേണ്ടി തൃശൂർ പാറമേക്കാവ് വിദ്യാവെന്തറിൽ വെച്ച് നടന്ന RSSന്റെ ക്യാമ്പിലേക്ക് ചെന്നത് ADGP ചെന്നത് ജയകുമാറിനൊപ്പമാണെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ജയകുമാറിന്റെ മൊഴി വിശദമായി തന്നെ രേഖപ്പെടുത്താനാണ് അന്വേഷണ സംഘം ഇപ്പോൾ നീങ്ങുന്നത് എന്നുകൂടിയാണ് മനസ്സിലാകുന്നത്. സംസ്ഥാന പോലീസ് മേധാവി തന്നെയാണ് ഇതിനുള്ള നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതും. ഈ ജയകുമാറിന്റെ കാറിൽ തന്നെയാണ്, അതായത് തന്റെ ഔദ്യോഗിക കാർ ഉപേക്ഷിച്ച അജിത് കുമാർ ജയകുമാറിന്റെ വാഹനത്തിലാണ് ആ വിദ്യാമന്ദിറിലേക്ക് പോയതും അവിടെ ചെന്ന് കൂടിക്കാഴ്ച നടത്തിയതും എന്നതടക്കമുള്ള വിവരങ്ങളാണ് അന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് വഴിയും ഇന്റലിജൻസ് റിപ്പോർട്ട് വഴിയും ഒക്കെ തന്നെ പുറത്തു വന്നിരുന്നത്. അപ്പോൾ ജയകുമാറിന്റെ മൊഴി രേഖപ്പെടുത്തുക എന്നുള്ളതാണ് അതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ സമയത്തൊക്കെ തന്നെ ജയകുമാറുമായി നമ്മൾ ബന്ധപ്പെടാൻ സാധിച്ചിരുന്നെങ്കിലും അദ്ദേഹം ഇതിനെക്കുറിച്ചൊരു പ്രതികരണത്തിന് ഇല്ല എന്നുള്ള മറുപടിയൊക്കെ തന്നെ നൽകിയിരുന്നു. അതായത് തനിക്കെതിരെ ഉയർന്നു വന്നിട്ടുള്ള ആരോപണം, അതായത് ADGPക്കൊപ്പം RSS നേതാവിനെ കാണാൻ പോയി എന്നുള്ള കാര്യം അത് നിഷേധിക്കാതെ തന്നെ തനിക്ക് പ്രതികരണമൊന്നുമില്ല എന്നുള്ള മറുപടിയായിരുന്നു ജയകുമാർ മാധ്യമപ്രവർത്തകരൊക്കെ തന്നെ വിളിക്കുമ്പോൾ നൽകിയിരുന്ന ഒരു കാര്യം. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ ജയകുമാറിന്റെ ഭാഗത്തു നിന്ന് കൃത്യമായിട്ടുള്ള വിവരം ലഭിക്കുമെന്നുള്ള പ്രതീക്ഷ കൂടി അന്വേഷണ സംഘത്തിനുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുന്നത് എന്നുള്ള ഒരു വിവരമാണ് ലഭിക്കുന്നത്. ജയകുമാറിന്റെ മൊഴിയോടൊപ്പം തന്നെ മറ്റു ചില ആളുകളുടെ കൂടി മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട്. അത് രണ്ടാമത്തെ കൂടിക്കാഴ്ച, അതായത് തിരുവനന്തപുരത്തെ കോവളത്തുള്ള ഹോട്ടലിൽ വെച്ച് നടന്ന രണ്ടാമത്തെ കൂടിക്കാഴ്ച, അത് റാംമാധവുമായി നടന്ന കൂടിക്കാഴ്ചയിൽ ADGPക്കൊപ്പം കണ്ണൂർ സ്വദേശിയായിട്ടുള്ള ഒരു വ്യവസായി ഉണ്ടായിരുന്നുവെന്നും മറ്റൊരു വ്യക്തി ഉണ്ടായിരുന്നുവെന്നുമുള്ള വിവരം ലഭിക്കുന്നുണ്ട്. ഈ RSS നേതാക്കളെ കൂടാതെയാണ് ADGPക്കൊപ്പം 2 പേർ കൂടി ഉണ്ടായിരുന്നു എന്നുള്ള വിവരമുള്ളത്. അപ്പോൾ ആ വ്യക്തികളുടെ മൊഴി എപ്പോൾ രേഖപ്പെടുത്തും എന്നുള്ളത് കൂടി വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ പ്രതിപക്ഷം അടക്കം ചില ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. ADGPക്കൊപ്പം റാംമാധവിനെ കാണാൻ പോയ ആളുകളുടെ പേര് പറഞ്ഞാൽ ഞെട്ടും എന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ അന്നത്തെ ഒരു പ്രതികരണമായി പറഞ്ഞിരുന്നത്. അപ്പോൾ ആ വ്യക്തികളുടെ വിവരങ്ങൾ ഒക്കെ തന്നെ ഈ റിപ്പോർട്ടുകളിൽ, സ്പെഷ്യൽ ബ്രാഞ്ചിന്റെയും ഇന്റലിജൻസിന്റെയും റിപ്പോർട്ടുകളിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരുടെ മൊഴി രേഖപ്പെടുത്തുക എന്നുള്ളത് ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സംസ്ഥാന പോലീസ് മേധാവിയാണ് ഇതിന്റെ അന്വേഷണം നേരിട്ട് നടത്തുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അതിൽ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഉണ്ടാവില്ല എന്ന് തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ അനുമാനിക്കാൻ കഴിയും. കാരണം PV അൻവറിന്റെ MLAയുടെ പരാതികളിലൊക്കെ തന്നെ ഈ നിലപാട് തന്നെയാണ് സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേസ് സാഹിബ് സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിൽ ഈ കർക്കശമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്ന സംസ്ഥാന പോലീസ് മേധാവി തന്നെ ഈ വിഷയവും അന്വേഷിക്കുമ്പോൾ അതിൽ എല്ലാ തരത്തിലുള്ള സാധ്യതകളും പരിശോധിച്ചുകൊണ്ട് തന്നെയായിരിക്കും മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ അറിയാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഹരിമോഹനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.